റഹീം. ദുൽഹിജ്ജ മാസം പിറന്നാൽ ഉളുഹിയത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി നഖവും മുടിയും നീക്കം ചെയ്യുന്നതിൻ്റെ ഹനഫി മദ്ഹബിൽ അതിൻ്റെ മസ്അല എന്താണ്? കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സുഹൃത്തുക്കൾ ഏറ്റവും കൂടുതൽ വിളിച്ചു ചോദിച്ച ചോദ്യങ്ങളിലൊന്നാണിത്. വ്യത്യസ്ത മദ്ഹബുകൾക്കിടയിൽ ഇത് സംബന്ധമായി അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ട്. പ്രബലമായ പ്രമാണങ്ങളും ഹദീസുകളും വ്യത്യസ്തങ്ങളായി നമുക്ക് കാണാൻ കഴിയും ഇത് സംബന്ധമായി പരിശോധിച്ചാൽ. അതുകൊണ്ട് തന്നെ വ്യത്യസ്തങ്ങളായ അഭിപ്രായങ്ങൾ പ്രബലമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലായതിനാൽ അതൊന്നും ചെറുതായി കാണാനോ നിസ്സാരപ്പെടുത്താനോ പാടില്ല. അഭിപ്രായ വ്യത്യാസങ്ങളെ ആദരവോടെയാണ് നമ്മൾ കാണേണ്ടത് എന്ന് ആമുഖമായി പറയട്ടെ. ഹനഫി മദ്ഹബിലെ പ്രഗൽഭ പണ്ഡിതൻ അൽ ഇമാം അബുൽ ഹുസൈൻ അൽ ഖുദൂരി റഹ്മത്തുള്ളാഹി അലൈഹി തൻ്റെ അത്തജ്രീദ് എന്ന കിതാബിൽ അതിൻ്റെ 12-ാം വാള്യം 6344 പേജിൽ മഹാനവറുകൾ പറയുന്നുണ്ട്, ഇദാ ദഖലൽ അഷറു വ അറാദൽ ഇൻസാനു അൻ യുളഹിയ ഔ അയ്യന ഉളഹിയതഹു. ദുൽഹിജ്ജ 10 പിറന്നാൽ ഒരാൾ ഉളുഹിയത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചു, അല്ലെങ്കിൽ തൻ്റെ ഉളുഹിയത്ത് താൻ നിശ്ചയിച്ചു എങ്കിൽ ലം യൽസംഹു, അവന് നിർബന്ധമില്ല അൻ യജ്തനിബ ഹൽഖ ശഅരി വഖസൽ അൾഫാരി, താൻ മുടി മുറിക്കാതെ നഖം മുറിക്കാതിരിക്കുക എന്നത് തനിക്ക് നിർബന്ധമുള്ള കാര്യമല്ല. ഇത് ഇമാം അബുൽ ഹുസൈൻ അൽ ഖുദൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുന്നതാണ്. ഇത് തന്നെ ബഹുമാനപ്പെട്ട ഇമാം ഇബ്നു നുജൈമുൽ ഹനഫി റഹ്മത്തുള്ളാഹി അലൈഹിയുടെ അൽ അഷ്ബാഹു വൻ നളായിർ, അതിൻ്റെ ഒരു ഷറഹുണ്ട്, ഗംസു അയൂനുൽ ബസായിർ എന്നാണ് അതിൻ്റെ പേര്. അതിൽ മഹാനായ അഹ്മദ് ബിൻ മുഹമ്മദുൽ ഹമവി അൽ ഹനഫി റഹ്മത്തുള്ളാഹി അലൈഹി ആ കിതാബിൻ്റെ 2-ാം വാള്യം 86-ാം പേജിലും ഇത് സൂചിപ്പിച്ചിട്ടുണ്ട്. ഇതേ മസ്അല റദ്ദുൽ മുഹ്താറിലും നമുക്ക് കാണാൻ കഴിയും. ചുരുക്കത്തിൽ അതായത് ഹനഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് ഉളുഹിയത്ത് ഉദ്ദേശിക്കുന്ന വ്യക്തി നഖവും മുടിയും കളയാതിരിക്കുക എന്നത് ഹുക്മ് മുബാഹാണ്. അതേസമയത്ത് അങ്ങനെ മുറിക്കുന്നത്, നഖം കളയുന്നത്, മുടി കളയുന്നത് കറാഹത്ത് ഇല്ല. ഇതാണ് ഹനഫി മദ്ഹബിലുള്ള മസ്അല എന്ന് പറയുന്നത്. അതേസമയത്ത് ഷാഫിഈ മദ്ഹബിൽ വ്യത്യസ്ത അഭിപ്രായങ്ങളുണ്ട്. ഒരു വജ്ഹ് നഖവും മുടിയും കളയുന്നത് ഹറാമ് എന്നൊരു വജ്ഹുണ്ട്, അത് പ്രബലമല്ല. മുഅത്തമദായ ഷാഫിഈ മദ്ഹബിലെ അഭിപ്രായം അത് മുസ്തഹബാണ്, സുന്നത്താണ്. അങ്ങനെ നഖവും മുടിയും മുറിക്കുന്നത് കറാഹത്തുമാണ്, അഥവാ കറാഹത്ത് തൻസീഹാണ്. മുറിക്കാതിരിക്കുന്നത് സുന്നത്തുമാണ്. ഇതാണ് ഷാഫിഈ മദ്ഹബിലുള്ള മസ്അല. ഇമാം നവവി റഹ്മത്തുള്ളാഹി അലൈഹി ഷറഹുൽ മുഹദ്ദബിൽ 8-ാം വാള്യം 363-ാം പേജിൽ ഇത് പറയുന്നുണ്ട്. ഇത് സംബന്ധമായി വ്യത്യസ്ത ഹദീസുകൾ നമുക്ക് കാണാൻ കഴിയും. ഉമ്മു സലമ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്നൊരു ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഇദാ റഅയ്തും ഹിലാല ദുൽഹിജ്ജ, നിങ്ങൾ ദുൽഹിജ്ജയുടെ മാസപ്പിറവി കണ്ടാൽ, വ അറാദ അഹദുക്കും അൻ യുളഹിയ, നിങ്ങളിൽ ഒരാൾ ഉളുഹിയത്ത് കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ, ഫൽയംസിക് അൻ ശഅരിഹി വ അൾഫാരിഹി, അവരുടെ നഖവും മുടിയും അവർ പിടിച്ചു നിർത്തട്ടെ, അവർ മുറിക്കാതിരിക്കട്ടെ എന്ന് പറയുന്നൊരു ഹദീസുണ്ട്. ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി. ഇമാം മുസ്ലിം ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത് ഇമാം മുസ്ലിം റഹ്മത്തുള്ളാഹി അലൈഹി 5234-ാം നമ്പർ ഹദീസായി ഇത് റിപ്പോർട്ട് ചെയ്യുന്നത് കാണാൻ കഴിയും. ഇതേ ഹദീസ് അബൂദാവൂദിലുണ്ട്, നസായിയിലുണ്ട്, ഇബ്നു മാജയിൽ കാണാൻ കഴിയും. മഹാന്മാരൊക്കെ ഈ ഹദീസുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്.
അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഹിക്മത്തായിട്ട് പറയപ്പെട്ടിട്ടുള്ളത് വൽ ഹിക്മത്തു മിൻ ഹാദൻ നഹി അൻ യുബ്ഖിയ കാമിലൽ അജ്സാഇ ലിൽ ഇത്ഖി മിനൻ നാരി എന്നാണ്. അല്ലാഹു തആല നരകത്തിൽ നിന്ന് ശരീരത്തെ മോചിപ്പിക്കുമ്പോൾ ശരീരത്തിൻ്റെ എല്ലാ അജ്സാഉക്കളെയും ശരീരത്തിൽ അവശേഷിപ്പിക്കുക എന്ന ഒരു ഹിക്മത്ത് ആണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് മഹാന്മാർ കിതാബുകളിൽ പറയുന്നുണ്ട്. ഇമാം സുയൂത്തി റഹ്മത്തുള്ളാഹി അലൈഹി ഇമാം നസായിയുടെ ഷറഹിൽ അത് 7-ാം വാള്യം 213-ാം പേജിൽ ഇത് പറയുന്നുണ്ട്. അതേസമയത്ത് ഇങ്ങനെ ചെയ്യൽ നിർബന്ധമില്ല എന്നും നിർബന്ധമായ ശാസനയല്ല ഇത് എന്നും അതിനെതിരായിട്ട് ഇമാം മഹദിയായ ആയിഷ റളിയല്ലാഹു അൻഹയുടെ ഹദീസും തെളിവായി ഉദ്ധരിച്ചുകൊണ്ട് മഹാന്മാർ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെ നഖവും മുടിയും നീക്കാതിരിക്കുക എന്ന് പറയുന്നത് നിർബന്ധമുള്ള ഒരു കാര്യമല്ല എന്ന്. ചുരുക്കത്തിൽ ദുൽഹിജ്ജ മാസം പറഞ്ഞാൽ ഉദ്ഹിയ്യത്ത് കൊടുക്കാൻ ഉദ്ദേശിക്കുന്ന വ്യക്തി അറവ് നടത്തേണ്ട സമയത്ത് അറവ് നടത്തുന്നത് വരെ തൻ്റെ മുടിയും നഖവും നീക്കം ചെയ്യാതിരിക്കുക എന്നത് അത് ഖിലാഫുള്ള വിഷയമാണെങ്കിലും നല്ല നിയ്യത്തോടുകൂടി ഹദീസിൻ്റെ ലാഹിർ അനുസരിച്ച് പ്രവർത്തിക്കുന്നത് പുണ്യമുള്ളതാണ്. അത് ഹനഫി മദ്ഹബ് അനുസരിച്ചുകൊണ്ട് അനുവദിക്കപ്പെടുന്ന കാര്യമാണ്. നമ്മുടെ ഉദ്ഹിയ്യത്തുകളൊക്കെ അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് മോചിപ്പിക്കുന്ന സജ്ജനങ്ങളിൽ അള്ളാഹു നമ്മളെല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാന്മാർ പറഞ്ഞ സൂക്ഷ്മമായ ഓരോ മസ്അലകളും വിധിവിലക്കുകളും അത് ജീവിതത്തിൽ പകർത്തി പാലിച്ച് അരുതായ്മകൾ ഒഴിവാക്കി അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി ജീവിക്കാൻ, അമലുകൾ നിർവഹിക്കാൻ, റബ്ബിനായി ജീവിതം സമർപ്പിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. ബിജാഹി സയ്യിദിന മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ.